അമ്മേ, എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മ എന്താ ഉദ്ദേശിച്ചേ? ശ്രീലക്ഷ്മി സംശയത്തോടെ അവരോട് ചോദിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ ആലോചിക്കാനുള്ള സമയം എത്രയോ വൈകി. ഇന്നും കൂടെ ലച്ചു നിന്റെ അച്ഛൻ വിളിച്ചപ്പോൾ ഈ വിഷയം ചോദിച്ചതാ. അപ്പൊ ഞാൻ ആകെ എന്ത് പറയണമെന്ന അവസ്ഥയിലായിപ്പോയി. അമ്മേ, അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? അച്ഛൻ ഓരോന്ന് പറഞ്ഞെന്ന് കരുതി ഓൾറെഡി ഞങ്ങളുടെ ലൈഫ് ആകെ അഴുകുഴാന്നിരിക്കുക. അമ്മയും കാണുന്നതല്ലേ, ഈ ഒരു കണ്ടീഷനിൽ ഒരു ബേബി ഒന്നും പോസിബിൾ അല്ല. ശ്രീലക്ഷ്മി തന്റെ അമ്മ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാക്കി പറഞ്ഞു. ആ, രാവിലെ ഞാൻ ഇക്കാര്യം അവനോട് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞ മറുപടി എന്നോട് പോയി ചെക്ക് ചെയ്യാനായിരുന്നു. ദേവയാനി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ചുമ്മാ തമാശ പറഞ്ഞതാവും അമ്മേ. ഏതായാലും ബേബിയുടെ കാര്യത്തിൽ ആദ്യം ഞങ്ങളൊന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ആലോചിക്കാതൊക്കെ. ശ്രീലക്ഷ്മി അവരെ സമാധാനിപ്പിച്ചു. ഇതൊക്കെ കേട്ട ഋഷിൻ ശ്രീലക്ഷ്മി തന്നെ മനസ്സിലാക്കിയതിൽ വല്ലാതെ സന്തോഷം തോന്നി. അവളെ പോയി ഒന്ന് മുറുകെ കെട്ടിപ്പിടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവൻ ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നു. ശ്രീലു, ഇന്ന് അല്പം മുമ്പ് നിന്റെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. മറ്റേ ത്രൈമീഡിയയുടെ മീറ്റിങ്ങിനെ പറ്റി നിന്നോട് സംസാരിക്കാൻ നാളെ മിക്കവാറും വിളിക്കും. ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു. അതവർ ആ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചോട്ടെ. താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പറഞ്ഞു. നീ നെഗറ്റീവ് അടിക്കാതെ, ഇത് നിനക്കുള്ളതാ. എന്തായാലും നിന്നെ അവര് വിളിക്കും. അപ്പോ ചാടിക്കേറി ഒക്കെ പറയാതെ ശകലം ചാട ഇട്ടോണം, കേട്ടല്ലോ? ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിറ്റേന്ന് ശ്രീലക്ഷ്മി ഓഫീസിൽ പോയില്ല. എങ്കിലും ഋഷി അവന്റെ കമ്പനിയിലേക്ക് പോയി. ഇപ്പോഴത്തെ തന്റെ ജീവിതം അല്പം കൂടെ എളുപ്പമായ പോലെ തോന്നിയിരുന്നു ഋഷിക്ക്. ഓഫീസിലെ ചെയർമാൻ ആയിരുന്നെങ്കിലും അധികം സ്ട്രെസ്ഡ് ഉണ്ടാക്കാതെ നല്ലപോലെ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നിഹാരിക. സർ, വർമാസിൽ നിന്നും താങ്കളെ കാണാൻ ഒരു ഓൾഡ് ലേഡി വന്നിട്ടുണ്ട്. ഓഫീസിൽ എത്തിയ പാടെ നിഹാരികയിൽ നിന്നും ഋഷി ആ ന്യൂസ് കേട്ട് പെട്ടെന്ന് CCTV ചെക്ക് ചെയ്തു. എന്താ സർ അവരോട് പറയേണ്ടത്? നിഹാരിക സംശയത്തോടെ ചോദിച്ചു. സേ ഹർ ഗെറ്റ് ലോസ്റ്റ്, ഋഷി പറഞ്ഞു. ചെയർമാനെ കണ്ട് സംസാരിക്കാൻ ത്രൈമീഡിയയിലെത്തിയ ആ സ്ത്രീ വേറെ വഴിയില്ലാതെ തിരികെ പോയി. അതോടെ ശ്രീലക്ഷ്മിയെ കൂടാതെ ത്രൈമീഡിയയുമായുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവാൻ പ്ലാൻ ചെയ്ത മഹാദേവിക്ക് ശ്രീലക്ഷ്മിയുടെ സഹായമില്ലാതെ പറ്റാത്ത അവസ്ഥയായി. ശ്രീലക്ഷ്മി അന്ന് ഓഫീസിൽ പോയിട്ടില്ലായിരുന്നു. അവളും ദേവയാനിയും സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് മഹാദേവി വർമ്മയുടെ കോൾ വരുന്നത്. ഇന്നലെ ഇങ്ങനൊരു കാര്യം ഋഷിൻ സൂചിപ്പിച്ചായിരുന്നെങ്കിലും ശരിക്കും അവൾ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇതിപ്പോ തന്റെ ഭർത്താവ് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഫോൺ സ്ക്രീനിൽ നോക്കി അവൾ അന്താളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനി അവളുടെ കയ്യിലെ ഫോണിലേക്ക് നോക്കി. നോക്ക്, ഫോൺ സ്പീക്കർ മോഡ് ഓണാക്ക്. അവരും ആകെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ആ, ഓക്കെ. ശ്രീലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ആ, പറയൂ മുത്തശ്ശി, ശ്രീലക്ഷ്മി പറഞ്ഞു. ശ്രീലുമോളെ, മോളിപ്പോ എവിടെയാ? മുത്തശ്ശിക്ക് മോളോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. മോളിപ്പോ ഫ്രീ ആണോ? മഹാദേവി വർമ്മയുടെ സ്വരം വളരെ മൃദുലമായിരുന്നു. അത് കേട്ട് ഒരു സെക്കൻഡ് ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടി. ഞാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാ. സാരല്ല, മുത്തശ്ശി പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി സംശയത്തോടെ തിരക്കി. ശ്രീലു, എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട്. നിനക്ക് പറ്റില്ലേ? വളരെ സോഫ്റ്റായിട്ടായിരുന്നു അവരത് പറഞ്ഞത്. മുത്തശ്ശി എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറയാതെ ഞാൻ എന്തുത്തരം നൽകാനാ? ശ്രീലക്ഷ്മി ശാന്തമായ സ്വരത്തിൽ മഹാദേവിയോട് പറഞ്ഞു. അത് മോളെ, ത്രൈമീഡിയയുമായുള്ള നാളത്തെ ബിസിനസ് മീറ്റിന് വർമാസിന്റെ റെപ്രസെന്റേറ്റീവായി മോള് വേണം പോവാൻ. അത് മാത്രമല്ല, അവരുമായുള്ള കോൺട്രാക്ടിന്റെ എല്ലാ ചുമതലകളും മോള് തന്നെ കൈകാര്യം ചെയ്യുന്നതാവും നന്നാവുക. നാളത്തെ മീറ്റിംഗിൽ മോള് മസ്റ്റായിട്ടും പോണം. ആ ബിസിനസ് കോൺട്രാക്ട് നേടിയെടുത്ത മോള് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യാനും എല്ലാം കൊണ്ടും നല്ലത്. സിദ്ധാർത്ഥിന്റെ പേര് അതിൽ കടന്നു വരാതെ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു അവർ സംസാരിച്ചത്. കഴിഞ്ഞ രാത്രി ഋഷിൻ തന്നോട് സൂചിപ്പിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ വന്നു. ഇറ്റ്സ് ഓക്കെ മുത്തശ്ശി, ഇതിന്റെയൊക്കെ ചുമതല നിങ്ങൾ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചതല്ലേ. ഈയൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത് വെറും ഫോർമാലിറ്റിക്കാണെന്ന് എനിക്കറിയാം. എനിക്കിതിൽ ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കട്ടെ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് അവൾ കോള് ഡിസ്കണക്റ്റ് ആക്കി. എന്റെ പൊന്ന് ശ്രീലു, നീ എന്താ ഈ ചെയ്തേ?
നിനക്ക് കൂടെ കൂടെ ഒട്ടും വിവരമില്ലാണ്ടാവാണോ? എന്ത് മണ്ടത്തിനാണ് നീ ഇപ്പൊ ചെയ്തത്? അമ്മ ഇങ്ങോട്ട് വന്ന് നിനക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നിട്ട് നീ അത് തട്ടിക്കളഞ്ഞില്ലേ? ശോ ശ്രീലു, ഇന്നലെയല്ലേ ഇതേ അവസരം കൈവിട്ട് പോയെന്നും പറഞ്ഞ് നീ ടെൻഷൻ അടിച്ച് നടന്നത്. ഇന്നിപ്പോ ഇങ്ങോട്ട് ചോദിച്ചപ്പോ നിനക്ക് പറ്റില്ല. നിനക്ക് തലയ്ക്ക് ഓളം വല്ലതുണ്ടോ? ദേവയാനിക്ക് ശ്രീലക്ഷ്മി എടുത്തടിച്ച് പറഞ്ഞപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. അമ്മേ, ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. എന്തിനാ ഇങ്ങനെ തൊണ്ടകീറി ഉച്ചത്തിൽ സംസാരിക്കുന്നേ? ഋഷിൻ പറഞ്ഞതുപോലെ സംഭവിച്ചതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അവൾ ഋഷിന് മെസ്സേജ് അയച്ചു. ഇതേ സമയം ത്രൈ മീഡിയയിൽ തന്റെ ക്യാബിനിലിരുന്ന് ലക്ഷ്മണനോട് സംസാരിക്കുകയായിരുന്നു ഋഷിൻ. സർ, ഇന്ന് ലഞ്ചിന് വരുമോ? ഞാനൊരു സ്പെഷ്യൽ ലഞ്ച് സാറിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരണം. ഞാൻ വരാം. പക്ഷേ താൻ എന്നെ സാർ എന്ന് വിളിക്കണ്ട, ഋഷിന്ന് വിളിച്ചാൽ മതി. ഈ സർ വിളിയിൽ വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഋഷി കെറുവോടെ പറഞ്ഞു. ഓക്കെ ഋഷി. മടിച്ച് മടിച്ച് അയാൾ ഋഷിയെ അങ്ങനെ വിളിച്ചു. ആ, ഇപ്പൊ ഓക്കെ. ഞാൻ നിന്റെ ബോസ് അല്ല, ഫ്രണ്ടാണ്. അതാ എനിക്ക് കംഫർട്ട്. ഇതും പറഞ്ഞ് അവൻ ഫോൺ എടുത്തപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് കണ്ടത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. ത്രൈ മീഡിയയുമായുള്ള ബിസിനസ് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാണ് വിളിച്ചത്. ഞാൻ താല്പര്യമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിഡ്ഢിത്തമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് ചൂടായി. പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഐ ട്രസ്റ്റ് യു. ഒന്നുമില്ലാതെ ഋഷി അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. ലവ് യു. ഇതായിരുന്നു അവളുടെ മെസ്സേജ്. അതും വായിച്ച് അവൻ ഒരു കള്ള ചിരി ചിരിച്ച് അവൾക്കുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്തു. നീ ടെൻഷൻ ആവണ്ട. നമ്മൾ പറഞ്ഞ പോലെ മുത്തശ്ശി നിന്നെ വിളിച്ചല്ലോ. ഡെഫിനറ്റായും അവർ ഇതിലും നല്ല ഓഫർ നിനക്ക് നൽകും. അതുവരേക്കും നീ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഋഷി സമയം നോക്കി. 1 മണി കഴിഞ്ഞിരുന്നു. അവൻ കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്കൂട്ടർ എടുത്തു. ലക്ഷ്മണിന്റെ സ്പെഷ്യൽ ക്ഷണം അനുസരിച്ച് ഹോട്ടലിലേക്ക് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു ഋഷിൻ. ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെയും കാത്ത് ലക്ഷ്മൺ നിൽക്കുന്നത് കണ്ടു. അവൻ ഋഷിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് വെൽക്കം ചെയ്ത ശേഷം അവർ ലഞ്ച് കഴിക്കാനിരുന്നു. വെയിറ്റേഴ്സ് അവർക്കുള്ള ലഞ്ച് സെർവ് ചെയ്തു. കഴിക്കാൻ തുടങ്ങും മുന്നേ ഒരു വെയിറ്റർ ഒരു അടച്ച സ്റ്റീൽ ബൗളുമായി വന്നു. അത് ടേബിളിൽ വെച്ച ശേഷം അയാൾ അല്പം മാറി നിന്നു. ലക്ഷ്മൺ ആ ബൗളിന്റെ അടപ്പ് തുറന്നു. ഒരു വെൽവെറ്റ് ബോക്സ് പുറത്തെടുത്ത് ഋഷിന് നേരെ നീട്ടി. ഋഷി, ഇതെന്റെ വക അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഓ, എന്താണത്? ഇതൊരു മെഡിസിനാണ്. വളരെ റെയറായിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയിട്ട് 2 വർഷത്തോളായി. അതിന് ലക്ഷ്മൺ, എനിക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. ഇതെന്തിനുള്ള മെഡിസിൻ ആണെന്നും നീ പറഞ്ഞില്ലല്ലോ. ഇത് ഹെൽത്ത് നന്നാവാനുള്ള മരുന്നാ. എന്നിട്ട് നീ എന്താ കഴിക്കാഞ്ഞേ? എനിക്ക് ആരോഗ്യക്കുറവൊന്നുമില്ല. പക്ഷേ ഋഷി, താനിപ്പോ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിനക്കിത് ഗിഫ്റ്റായിട്ട് തന്നത്. എന്തായാലും താങ്ക് യു. വാ, ഇരിക്ക്, നമുക്ക് ലഞ്ച് കഴിക്കാം, ഋഷി സൗമ്യമായി പറഞ്ഞു. ആ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മൺ അവനടുത്തിരുന്നു. കഴിക്കാനിരുന്നപ്പോൾ തന്നെ ലക്ഷ്മണിനൊരു അർജന്റ് കോൾ വന്നു. സോറി ഋഷി, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, ഞാൻ ഇറങ്ങിക്കോട്ടെ? ആ ലഞ്ചിൽ ഋഷിനെ തനിച്ചാക്കി പോകേണ്ടി വന്നതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, നോ പ്രോബ്ലം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. നീ വിട്ടോ, ഞാൻ കഴിച്ചോളാം, ഋഷി പറഞ്ഞു. ഇങ്ങനെ നിന്നെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. നമുക്ക് മറ്റൊരു ഡേ കാണാം, ബൈ, ഋഷിയോട് കൈ കാണിച്ച് പോകും മുൻപേ ലക്ഷ്മൺ പറഞ്ഞു. ഇതേ സമയം ശ്രീലക്ഷ്മി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്റെ മെസ്സേജിന് ഋഷിൻ റിപ്ലൈ അയച്ചത് കണ്ടു. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ലഞ്ച് കഴിച്ച് അവൻ ലക്ഷ്മൺ തനിക്ക് സമ്മാനിച്ച പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്ത് പോക്കറ്റിൽ വെച്ചു. ശേഷം ഋഷിൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോഴും ശ്രീലക്ഷ്മിയും ദേവയാനിയും ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടില്ലായിരുന്നു. ഫ്രഷായി ഋഷി റൂമിൽ ചുമ്മാ ഇരുന്നപ്പോൾ ലക്ഷ്മൺ തന്ന ഗിഫ്റ്റിന്റെ കാര്യം അവൻ ഓർത്തു. തന്റെ ആ വെൽവെറ്റ് ബോക്സ് എടുത്ത് തുറന്നു നോക്കി. നല്ല ഭംഗിയുള്ളൊരു കോട്സ് ബോട്ടിൽ. അതിന്റെ മൂടി അവൻ തുറന്നു നോക്കി. അതിന് വല്ലാത്തൊരു സുഗന്ധം ഉണ്ടായിരുന്നു. ആ ഗന്ധം മുറിയിലാകെ പടർന്നു. അവൻ ആ കുപ്പിയിൽ നിന്നും ആ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചു. വെള്ളമെടുത്ത് കുടിക്കും മുൻപേ ഗുളിക ഉരുകി തൊണ്ടയിൽ കയറിയതായി അവന് തോന്നി. എന്താ ഇത്? ഇനിയിപ്പോ എന്ത് സംഭവിക്കും? അവൻ കുറച്ചു നേരം നോക്കിയിരുന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അയ്യേ, ഇതെന്താ? വൈറ്റമിൻ ടാബ്ലറ്റ് ആണെന്ന് തോന്നുന്നു. അവൻ എന്തൊരു തള്ളായിരുന്നു. ഋഷിൻ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവന് വല്ലാതെ വയറ് വേദനിക്കാൻ തുടങ്ങി. മേലാകെ തണുപ്പ് പടരാൻ തുടങ്ങി. ശരീരം മൊത്തം വിറയ്ക്കാൻ തുടങ്ങി.
അവൻ ബാലൻസ് കിട്ടാതെ തറയിലേക്ക് വീണു. അവന്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ അവന്റെ ചലനം നിലച്ചു. അവന്റെ ബോധം മറഞ്ഞു. അയ്യേ, എന്താ ഇത്? ഈ സാധനത്തിൽ നിന്നാണോ ഈ വൃത്തികെട്ട സ്മെല്ല്? ഛേ, ആകെ വൃത്തികേടായല്ലോ. ദൈവമേ, സമയം ഇത്രയൊക്കെ ആയോ? ഞാൻ ഇത്രയും നേരം ഇവിടെ കിടക്കുകയായിരുന്നോ? അയ്യോ, ശ്രീലു അമ്മായും വരാറായല്ലോ. അവര് വന്ന് ഇത് എന്തെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ. തറയിൽ നിന്നും അതും പറഞ്ഞ് തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അവൻ. പിന്നെ ഒട്ടും സമയം കളയാതെ മുഷിഞ്ഞു നാറിയ തന്റെ വസ്ത്രങ്ങൾ ഊരി വാഷിംഗ് മെഷീനിലിട്ടു. എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളവും മോപ്പുമായി വന്ന് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും തുടങ്ങി. 2-3 വട്ടം തുടച്ചപ്പോഴാണ് ആ മഞ്ഞ ദ്രാവകം തറയിൽ നിന്നും ശരിക്കും പോയത്. വൃത്തിയായി തുടച്ച ശേഷവും ആ ഗന്ധം ഇനിയും ആ മുറിയിൽ നിന്നും പോയിട്ടില്ലായിരുന്നു. അത് ശ്രദ്ധിച്ച ഋഷി എയർ ഫ്രഷ്നർ എടുത്ത് അവിടെ ആകെ അടിച്ചു. ശേഷം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഋഷി പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് ഋഷി റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും പുറത്തുനിന്നും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങി. അത് കേട്ട ഋഷി പെട്ടെന്ന് ചെറുതായി ഒന്ന് പരിങ്ങി. ശ്രീലുവും അമ്മയും ആവും. അവർക്ക് സംശയമൊന്നും തോന്നല്ലേ ദൈവമേ. അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഋഷി മുൻപിലെ ഡോറ് തുറന്നു കൊടുത്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ശ്രീലക്ഷ്മിയും ദേവയാനിയും ആയിരുന്നു. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്തേ ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ വരാഞ്ഞേ? എത്ര തവണ ഹോൺ അടിച്ചോന്നറിയോ? അവസാനം ശ്രീലു ഇറങ്ങേണ്ടി വന്നു അത് തുറക്കാൻ. ഋഷിയെ കണ്ടപാടെ ദേവയാനി ഈർഷ്യയോടെ തിരക്കി. അയ്യോ, ഞാൻ കേട്ടില്ല അമ്മായി. ഋഷി നേരിയ പരിഭ്രമത്തോടെ അവരോട് പറഞ്ഞു. അതെന്തേ? നീ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നോ? ദേഷ്യത്തോടെ തന്നെയായിരുന്നു ദേവയാനിയുടെ ആ ചോദ്യം. ആ, അത് പിന്നെ അമ്മായി, എനിക്ക് ചെറിയൊരു പനി പോലെ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കാരണം ഞാനൊന്ന് ചെറുതായി ഉറങ്ങിപ്പോയി. ദയനീയ ഭാവത്തിൽ ഋഷി പറഞ്ഞു. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ഋഷി? ഹോസ്പിറ്റലിൽ പോണോ? ഋഷി പറഞ്ഞത് കേട്ട് അവൾ അവന്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ കൈവച്ച് നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. ഹേയ്, ഇല്ലടാ, ഇപ്പൊ കുഴപ്പമില്ല. അധിക നേരം അവിടെ നിൽക്കാതെ ദേവയാനി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അവർ നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു. അവിടെ എത്തി മൂടിവെച്ച ഓരോ പാത്രങ്ങളും തുറന്നു നോക്കി. പക്ഷേ എല്ലാം കാലിയായിരുന്നു. എന്റെ പൊന്നു ദൈവങ്ങളെ, എന്തൊരു കഷ്ടമാണിത്! കഴിക്കാൻ പോലും ഉണ്ടാക്കാതെയാണോ ഋഷി നീ പോത്തുപോലെ കിടന്നുറങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ അമ്മായി, എനിക്ക് വയ്യായിരുന്നു എന്ന്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചൂടെ പ്ലീസ്? ഋഷി അവരെ നോക്കി ദയനീയതയോടെ ചോദിച്ചു. അത് കേട്ട് മറുപടിയായി ദേവയാനി എന്തോ പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതിനു മുൻപേ ശ്രീലക്ഷ്മി അവർക്കിടയിൽ കയറി. നിനക്ക് സുഖമില്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞൂടായിരുന്നു ഋഷി. ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി വന്നേനല്ലോ. സാരില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഏതായാലും എല്ലാവരും പെട്ടെന്ന് ചെന്ന് ചേഞ്ച് ചെയ്യ്, നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം. ശ്രീലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് ദേവയാനി ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു പോയി. ഓ, ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ പെട്ടെന്ന് പോയി റെഡിയാവമ്മേ. നേരത്തെ പുറത്തു പോയി വന്നതിന്റെ ക്ഷീണമൊക്കെ മുഖത്ത് ഇപ്പോഴും അപ്പടി തന്നെ കിടക്കുക. ചെല്ല് ഋഷി, നീ വാ, ഡ്രസ്സ് മാറാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ഋഷിയെ വലിച്ച് നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും അവൾ അവന്റെ കൈവിട്ടു. റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തു. നോക്ക് ഋഷി, അമ്മയുടെ അടുത്തുനിന്ന് ചുമ്മാ ഇങ്ങനെ ചീത്ത കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ദയവ് ചെയ്ത് ഇതുപോലെ വല്ലതും പറ്റിയ താൻ അമ്മയ്ക്ക് മുൻപേ എന്നോട് പറയണം, കേട്ടല്ലോ? പ്ലീസ്. ശ്രീലക്ഷ്മി കരുതലോടെ അവനോട് പറഞ്ഞു. ഋഷി അവളോടൊന്ന് പുഞ്ചിരിച്ചു. സോറി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രീലു, ഋഷി നിഷ്കളങ്കമായി പറഞ്ഞു. ശ്രീലക്ഷ്മി അവനെ ഒന്ന് ഹഗ് ചെയ്തു. താൻ ഇത്ര പാവാമത ഋഷി. ശ്രീലക്ഷ്മി അതുപോലെ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഋഷി മറുപടി എന്നോണം അവളോടൊന്ന് മൂളി. ഏയ്, ഞാനൊരു കാര്യം പറയാൻ മറന്നു. 2 ദിവസം കഴിഞ്ഞ് മഹാദേവി മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ്. ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി പറഞ്ഞു. അവനിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ഋഷി സംശയത്തോടെ അവളെ നോക്കി. ഋഷിയുടെയും മഹാദേവിയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി ആകെ ഓർത്തത് മഹാദേവിയുടെ പിറന്നാൾ മാത്രമായിരുന്നു. താൻ എന്റെ ബർത്ത്ഡേ മറന്നു ശ്രീലു? ഋഷി അത് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ നോക്കി. പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മഹാദേവിയുടെ ബർത്ത്ഡേയെ പറ്റി വാചാലയാവുകയായിരുന്നു. 2 വർഷമായി ഞങ്ങൾ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ്. പിരിയാതെ ഇത്ര കാലം പോയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ആ പോയ 2 വർഷവും ശ്രീലു എന്റെ 2 ബർത്ത്ഡേയും മറക്കാതെ ഓർത്ത് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അത് മതി. ഋഷി,
തന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പിറുപിറുത്തു. ഋഷി, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ശ്രീലക്ഷ്മി അല്പം ഉറക്കെ ചോദിച്ചത് കേട്ടപ്പോൾ ഋഷി അവളെ നോക്കി. എന്താ ശ്രീലു? ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു. താനപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ? ശ്രീലക്ഷ്മി ചോദിച്ചു. ആ, താൻ പറഞ്ഞത് മുത്തശ്ശിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റിയല്ലേ? ഋഷി എന്തോ കേട്ട ഓർമ്മയിൽ സംശയത്തോടെ അവളോട് ചോദിച്ചു. ആ, എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഗിഫ്റ്റിന്റെ കാര്യം ഓർത്തിട്ട്. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഹേയ്, അതോർത്ത് താൻ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ആ കാര്യം ഞാൻ നോക്കിക്കോളാം, ഋഷി ഒരു ചിരിയോടെ പറഞ്ഞു. ഋഷി, ഇത് മുത്തശ്ശിയുടെ കാര്യമാണ്. എന്തേലും പ്രശ്നം പറ്റിയാൽ അത് വലിയ സീനാവും. അവരുടെ ആ ഓഫർ തന്നെ ഞാൻ സ്വീകരിക്കില്ലെന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒരു റീസൺ കിട്ടിയാൽ അവരെന്നെ പൊരിക്കും, കൂടെ നിന്നെയും. ശ്രീലക്ഷ്മി ചെറിയ ഭയത്തിൽ പറഞ്ഞു. ഇഷ്, എന്താ ശ്രീലു ഇത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്. അതെന്തായാലും നിന്റെ മുത്തശ്ശി അത്ഭുതപ്പെടുത്തും. അതിന്റെ ഇടയ്ക്ക് നിനക്ക് പണി തരാനുള്ള ഗ്യാപ്പ് ഒന്നും അവർക്ക് കിട്ടില്ല, ഐ പ്രോമിസ്. ഋഷി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. അത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. ശരി, നിന്റെ ഐഡിയ തന്നെ ഫോളോ ചെയ്തോ. നല്ലപോലെ ശ്രദ്ധിക്കണം. ആ ഗിഫ്റ്റ് കൊടുത്ത കാരണം നിനക്കോ എനിക്കോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. താൻ മണ്ടത്തരൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒഫീഷ്യലിൽ തന്നെ വിശ്വസിച്ച് ഞാൻ ഈ ഗിഫ്റ്റിന്റെ കാര്യം തനിക്ക് വിട്ടു തരുക. ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി ചിരിയോടെ തലയാട്ടി. 2 ദിവസം പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ ആ ബർത്ത്ഡേ വന്നെത്തി. പാർട്ടി അറേഞ്ച് ചെയ്തത് തറവാട്ടിൽ വെച്ചായിരുന്നു. പാർട്ടിക്കായി ദേവയാനി അമ്മയും ശ്രീലക്ഷ്മിയും ആദ്യം മുൻപിൽ പോയി. ശേഷം പറഞ്ഞുറപ്പിച്ച പോലെ ഋഷി മഹാദേവിക്കുള്ള ഗിഫ്റ്റ് വാങ്ങി പുറകെ വരാമെന്ന് പറഞ്ഞു. ഋഷി, മുത്തശ്ശിക്ക് ഒരു നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങി വരണേ ദൈവമേ. ഇത്രയും തവണ അത്രയും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടും കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ആയിരിക്കണേ കാര്യങ്ങള്. പൊട്ടിത്തെറിക്കാനായി ഒരു വലിയ പ്രശ്നം കാത്തിരിക്കുന്നുവെന്ന് അറിയാതെ ശ്രീലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏറെ വൈകാതെ പാർട്ടിയിൽ ഋഷിയും ജോയിൻ ചെയ്തു. അവന്റെ കയ്യിൽ ഗിഫ്റ്റ് ഉള്ള ഒരു ബാഗും ഉണ്ടായിരുന്നു. ഈ ബാഗ് കുറച്ച് ചെറുതായി പോയോ? ശേ, ടെൻഷൻ കാരണം എനിക്കാണെങ്കിൽ ഒന്നും പറയാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ. ഋഷിയുടെ കയ്യിലെ ബാഗ് നോക്കി ദേവയാനി പിറുപിറുത്തു. ശ്രീലമോളെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വേസ്റ്റ് സമ്മാനം ഋഷി കൊണ്ടുവന്നതാകൂ എന്നാണ്. അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡിനോട് ആള് കൂടും മുൻപേ അത് കൊടുത്തിങ്ങ് വരാൻ പറ. മെല്ലെ ശ്രീലക്ഷ്മിയുടെ അരികിൽ വന്ന് ദേവയാനിയമ്മ പല്ലുറുമ്മിക്കൊണ്ട് പറഞ്ഞു. അമ്മായി, എന്താ സ്നാക്സ് കഴിക്കും പോലെ ആ പല്ല് കടിക്കാതെ നോർമലായിരിക്കേ? മുത്തശ്ശി ചിന്തിക്കാൻ പോലും ചാൻസ് ഇല്ലാത്ത ഒരു ഗിഫ്റ്റാണിത്. അവർക്കടുത്തേക്ക് വന്ന ഋഷി പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അവസാനം അത് കണ്ടാ മതി. ദേവയാനിയമ്മ പിറുപിറുത്തു. അവർക്ക് അന്ന് ഋഷി തന്നോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് മുതൽ ഋഷിയോട് ദേഷ്യമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ശ്രീലക്ഷ്മി പണ്ടത്തെ പോലെ തന്റെ വാക്കുകളൊന്നും കേൾക്കുന്നുമില്ല. അതിന് കാരണക്കാരൻ ഋഷിയാണെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. സമയം കടന്നുപോയി. എല്ലാവരും മുത്തശ്ശിക്ക് തങ്ങൾ കരുതിയ ഗിഫ്റ്റ്സ് ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി. മുത്തശ്ശിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആരാണ് കൊടുക്കുകയെന്ന് എല്ലാവർക്കുമിടയിൽ ഒരു ചെറിയ ചർച്ചയായി മാറിയിരുന്നു. ഫാമിലിയിലെ പ്രാർത്ഥന നൽകിയ ഡയമണ്ട് ബ്രൂച്ച് ആയിരുന്നു ഇതുവരെ എല്ലാവരുടെയും ലിസ്റ്റിൽ മുന്നിട്ട് നിന്നത്. കൂടെ തന്നെ സിദ്ധാർത്ഥ് ഗിഫ്റ്റ് ചെയ്ത സ്വർണത്തിൽ തീർത്ത കൃഷ്ണന്റെ പ്രതിമയും. പ്രാർത്ഥന, നീ എനിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റേ തരാറുള്ളൂ. പക്ഷേ അതിൽ തന്നെ ദ ബെസ്റ്റ് വൺ ഈസ് ദിസ്. പ്രാർത്ഥന കൊടുത്ത ഡയമണ്ട് ബ്രൂച്ച് കാണിച്ച് മുത്തശ്ശി പറഞ്ഞു. താങ്ക്സ് മുത്തശ്ശി. മഹാദേവിയുടെ സന്തോഷം കണ്ട് പ്രാർത്ഥന ചിരിയോടെ പറഞ്ഞു. ശേഷം പ്രാർത്ഥന ഋഷി ഇരുന്നതിന് തൊട്ടടുത്ത് ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്നു. ഓയ്, നിങ്ങൾ കൊടുത്ത ആ ഗിഫ്റ്റ് ശരിക്കും ഒരു അടിപൊളി സെലക്ഷൻ ആയിരുന്നു. ആ ബ്രൂച്ച് ഒരു അപൂർവ സെലക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയ ഋഷി അവരോടായി പറഞ്ഞു. അവന്റെ ആ സംസാര ശൈലി കേട്ടപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് അല്പം ഇഷ്ടം തോന്നി. പക്ഷേ കുടുംബത്തിൽ ആരും വലിയ വില കൽപ്പിക്കാത്ത വ്യക്തിയാണ് ഋഷിനെന്ന് അവൾ ഓർത്തു. അതോടെ പ്രാർത്ഥന ഋഷി പറഞ്ഞതിനുള്ള മറുപടി ഒരു ചിരിയിലൊതുക്കി. എന്റെ ഗസ് ശരിയാണെങ്കിൽ ഇത് പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രത്യേക മുഗൾ രാജവംശത്തിൻ്റെതാണ് അല്ലെ? ആ രാജവംശത്തിന്റെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. പ്രാർത്ഥന ഒന്ന് ഞെട്ടി. അവിടെ ഉണ്ടായിരുന്ന ആർക്കും വലിയ ധാരണ പോലും ഇല്ലായിരുന്ന കാര്യമായിരുന്നു ഋഷിയ ചോദിച്ചത്.
അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ഈ പുരാതനങ്ങളായ ആഭരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം അറിയാം? പ്രാർത്ഥന കൗതുകത്തോടെ ഋഷിയോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഋഷി അവളോട് പുഞ്ചിരിച്ചു. മൈൻഡ് യു വേർഡ് ശരത്. നാവുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാന്നാണോ നിന്റെ വിചാരം? ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ ചോദിച്ചത് കേട്ട് ശരത് ചിരിച്ചു. നോട്ട് ഓൺലി ടങ്, എന്റെ കയ്യിൽ പണവും ഉണ്ട്. ബിലീവ് മീ ആൻഡ് മാരി മീ ലക്ഷ്മി. നിർത്തിക്കോ ശരത്, ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചു കഴിഞ്ഞു. ഇനിയും ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നാ ഇനി ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അവളുടെ ഹസ്ബൻഡായ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്ത് ധൈര്യത്തിലാ നീ അങ്ങനെയൊക്കെ സംസാരിച്ചത്? ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ച് ദേഷ്യത്തിൽ ഋഷി ചോദിച്ചു. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത ഫെയിലിയർ. എന്തിനാടാ നീ എന്റെ ലക്ഷ്മിയെ ഓരോന്ന് പറഞ്ഞ് മയക്ക് തട്ടിയെടുത്തത്? എന്താടാ നീ പറഞ്ഞ? ശരത്തിനേക്കാൾ ഏറെ ദേഷ്യം ഋഷിയുടെ വാക്കുകൾ നിറഞ്ഞിരുന്നു. എന്റെ ലക്ഷ്മി എന്ന് ശരത്ത് പറഞ്ഞത് കേട്ട് ഋഷി അവനെ അടിക്കാനായി ദേഷ്യത്തോടെ കൈയുയർത്തി. പക്ഷേ ആ അടി ശരത്തിന്റെ മേൽ വീഴും മുൻപേ ആരോ ഋഷിയുടെ കയ്യിൽ പിടിച്ചിരുന്നു. ഈർഷ്യയോടെ തിരിഞ്ഞു നോക്കിയ ഋഷി കാണുന്നത് തന്റെ കയ്യിൽ പിടുത്തമിട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയായിരുന്നു. ശരത്ത് ഈ തറവാട്ടിലെ മെമ്പറാണ്. ബട്ട് ഹൂ ദ ഹെൽ ആർ യു ടു ഹിറ്റ് ഹിം? അവൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നിന്റെ ലെവല് വെച്ച് അവൻ ആ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പിച്ചക്കാരാ. സിദ്ധാർത്ഥ് ഋഷിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും ദേവയാനി അവളെ തടഞ്ഞു. അമ്മേ, എന്റെ കയ്യിന്ന് വിട്. അവൻ എന്റെ ഭർത്താവിനെ പറ്റി എന്റെ മുമ്പിൽ വെച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. വിടന്നെ, ശ്രീലക്ഷ്മി കുതറിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ദേവയാനിയുടെ പിടി അവളുടെ കയ്യിൽ കൂടുതൽ മുറുകി എന്നല്ലാതെ അയഞ്ഞില്ല. ഞാനാണോ അതോ ഒരു ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ പോലും ആവാതെ യാചിച്ച നീയാണോ പിച്ചക്കാരൻ? ഋഷി പരിഹാസത്തോടെ സിദ്ധാർത്ഥിനോട് മറു ചോദ്യം ചോദിച്ചു. അത് കേട്ടതും സിദ്ധാർത്ഥിന് തന്റെ ദേഷ്യം അടക്കാനായില്ല. എന്തായി നീ പറഞ്ഞത്? ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് ഋഷിയെ തല്ലാൻ കൈയുയർത്തി. പക്ഷേ അതിനു മുൻപേ ഋഷി അവന്റെ ആ നീക്കം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ ഋഷി സിദ്ധാർത്ഥിന്റെ കൈ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. ശേഷം അവന്റെ മുഖത്താഞ്ഞടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ സിദ്ധാർത്ഥ് തറയിൽ വീണുപോയി. എന്റെ അമ്മോ, ഋഷി ശരിക്കും നല്ല ധൈര്യശാലിയാണ്. മുത്തശ്ശിയുടെ പെറ്റായ പേരക്കുട്ടിയുടെ മേൽ അവൻ കൈവച്ചില്ലേ? സിദ്ധാർത്ഥിന്റെ ആ വീഴ്ച കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. നാണക്കേടോടെ സിദ്ധാർത്ഥ് തറയിൽ നിന്നും എഴുന്നേറ്റു. ശേഷം മുഷ്ടി ചുരുട്ടി ഋഷിയുടെ മുഖത്തിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ മുഖത്തിന് നേരെ വന്ന സിദ്ധാർത്ഥിന്റെ കൈ വേഗത്തിൽ ഋഷി പിടിച്ചു. എന്നിട്ട് ആദിൽ നേരത്തെ പഠിപ്പിച്ച ഒരു വിദ്യ പ്രകാരം ആ കൈ ഇടത്തോട്ട് വളച്ചു. ഉള്ളിൽ എന്തോ പൊട്ടിയ പോലെ ശബ്ദം കേട്ടപ്പോഴേക്കും സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഋഷിൻ, വിടവനെ! ദേവയാനി അലറി. അതോടെ ഋഷി അവന്റെ കയ്യിലെ പിടി പതിയെ വിട്ടു. ആ പിടി അയഞ്ഞതും തളർന്ന പോലെ സിദ്ധാർത്ഥ് തറയിൽ വീണിരുന്നു. നിനക്ക് അല്പം പോലും ബോധമില്ല ഋഷിൻ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടെ നടക്കുമ്പോ നീ ഇവിടെ ഒരു റൗഡിയെ പോലെ എല്ലാവരെയും അടിച്ചിരുന്നോ? ഛേ, നിന്നെ എപ്പോ എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുവന്നാൽ ഇതാണല്ലോ അവസ്ഥ. നാശം. ദേ, നിനക്ക് എന്റെ മോളെ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോ. അവർ ആക്രോശത്തോടെ അലറി. എന്താ അമ്മ ഈ പറയുന്നേ? ദേവയാനി അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി അവർക്കടുത്തേക്ക് വരാൻ ശ്രമിച്ചതും ഋഷി അവളെ കൈ കാണിച്ച് അവളെ തടഞ്ഞു. സംഭവിച്ചതല്ല അമ്മയും കണ്ടതല്ലേ, എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? അടക്കി പിടിച്ച ദേഷ്യത്തോടെ ഋഷി ദേവയാനിയോട് ചോദിച്ചു. കാരണം നീയാണ് തെറ്റുകാരൻ. ഞങ്ങളുടെ ഈ ഫാമിലിയിലെ ആരും അല്ലാത്ത നീ മാത്രമാണ് തെറ്റുകാരൻ. ദേവയാനി അമ്മ അലറിയത് കേട്ട് ഋഷി പല്ലുറുമി. ഒക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ തെറ്റുകാരനാണ്. ഈ ഫാമിലിയിലുള്ള ആരുമല്ല. പക്ഷേ നിങ്ങൾ ഫാമിലി എന്ന് പിന്നെയും പറയുന്നോണ്ട് ചോദിക്കുക, ഈ ഫാമിലി നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പെക്റ്റും വാല്യൂം തന്നിട്ടുണ്ടോ? ഋഷി ദേഷ്യത്തോട് അവരോട് ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ദേഷ്യത്തോടെ നിൽക്കുന്ന മഹാദേവിയായിരുന്നു.
നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ എന്റെ കൺമുമ്പിലിട്ട് എന്റെ കുഞ്ഞിനെ തല്ലി ചതയ്ക്കാൻ? മഹാദേവിയുടെ കനത്ത ശബ്ദത്തിൽ അവിടെ മാകെ നിശ്ചലമായി. നിങ്ങൾ എന്റെ നേർക്കല്ല ചാടേണ്ടത്, കൊച്ചുമോനെ ഒന്ന് അടക്കി നിർത്താൻ നോക്ക്. ഋഷിയുടെ ദേഷ്യം നിറഞ്ഞ ആ മറുപടി കേട്ട് മഹാദേവി വിറച്ചു. പട്ടിയെ തല്ലും പോലെ എന്റെ പേരക്കുട്ടിയെ എന്റെ മുമ്പിലിട്ട് തല്ലിയിട്ട് ഇപ്പോ എന്റെ നേരെ ശബ്ദം ഉയർത്താൻ മാത്രം ആരാ നീ? നീ എന്നാ അത്രയും വലിയ ആളായത്? അവന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് കരുതി അവനെ തല്ലാനും അപമാനിക്കാനുള്ള റൈറ്റ്സ് നിനക്കാരാ തന്നത്? അതും എന്റെ കൺമുമ്പിൽ വെച്ച്. മുത്തശ്ശി ദേഷ്യത്തിൽ അലറിക്കൊണ്ടിരുന്നു. കണ്ണുരുട്ടി പഠിപ്പിക്കുന്നോ? എടാ, ഞങ്ങളുടെ കുടുംബത്തിൽ വെറും ഒരു ആശ്രിതനെ പോലെ കഴിഞ്ഞ നിനക്ക് എത്ര ധൈര്യമുണ്ട് എനിക്ക് നേരെ കണ്ണുരുട്ടാൻ? ഞാൻ നിൽക്കെ എന്റെ കുഞ്ഞിനെ തല്ലി ചതച്ചത് ചോദിച്ച എന്നോട് കണ്ണുരുട്ടാൻ മാത്രം അഹങ്കാരിയായോ നീ? സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും പുറത്താക്കിയ നിന്നെ ഇത്രയും കാലം നോക്കിയതിന് തന്ന കൂലിയാവും അല്ലേ? ഏതായാലും കൊള്ളാം. തന്നെ തുറച്ചു നോക്കി നിന്ന ഋഷിയോട് മഹാദേവി പറഞ്ഞു, എക്സ്ക്യൂസ് മീ, കണ്ണുരുട്ടിയത് അവിടെ നിൽക്കട്ടെ, ബട്ട് അത് കഴിഞ്ഞെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ചെലവിലായിരുന്നോ? മിസ്സിസ് മഹാദേവി, നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ എല്ലാവരും ഭയക്കുന്നുണ്ടാകാം, പക്ഷേ എനിക്കാ പേടിയില്ല. ഇത് എന്റെ ഭാര്യയും അമ്മായിയാണ് പറയുന്നതെങ്കിൽ ഞാൻ കേൾക്കാം. ഋഷി ഉറക്കെ പറഞ്ഞ മറുപടി കേട്ട് പെട്ടെന്ന് മഹാദേവിക്ക് ഒന്നും മറുത്തു പറയാനില്ലാത്ത അവസ്ഥയായിരുന്നു. ഉറച്ച ഋഷിയുടെ സംസാരം കേട്ട ശ്രീലക്ഷ്മിക്ക് താൻ 2 വർഷം മുൻപ് കണ്ട ഋഷിയെ വീണ്ടും കണ്ടതുപോലെ തോന്നി. ഇങ്ങനെയായിരുന്നു അവൻ. എപ്പോഴും മാന്യനായിരുന്നെങ്കിലും ന്യായമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന വ്യക്തി. കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ ധൈര്യത്തോടെ പറയുന്നത് കേൾക്കെ ശ്രീലക്ഷ്മിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. 10 പൈസയ്ക്ക് ഗതിയില്ലെങ്കിലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോടാ, നാണമില്ലാത്തവനെ. എന്തിനാ നീ ഇപ്പൊ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത്? എന്നെ തല്ലാനോ? മഹാദേവി മിണ്ടുന്നില്ലെന്ന് കണ്ട് ഇടയ്ക്ക് കയറി സിദ്ധാർത്ഥ് സംസാരിച്ചു. അത് കേട്ട് ഋഷി പല്ലുറുമി ദേഷ്യത്തോടെ അവനെ നോക്കി. ഋഷിക്ക് വീണ്ടും അവനെ 2 പൊട്ടിക്കാൻ തോന്നി. പക്ഷേ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നിഴലിച്ച പരിഭ്രമം കാണേ ഋഷി അത് വേണ്ടെന്ന് കരുതി. പല്ലെറുമുന്നത് കണ്ടോ? സിദ്ധു പറഞ്ഞ പോലെ നയാ പൈസയ്ക്ക് ഗതിയില്ലെങ്കിലും അവന്റെ അഹങ്കാരം നോക്കിക്കേ. മഹാദേവി ദേഷ്യത്തിൽ തന്നെ ഞൊടിഞ്ഞു. നിർത്തിക്കോ മിസ് മഹാദേവി, ഇങ്ങനെ ഗതിയില്ലാത്തവനെന്ന് നിങ്ങൾ ആവർത്തിച്ചെന്നെ വിളിക്കുന്നതിന് കാലം നിങ്ങളോട് ചോദിക്കും. ഐ സ്വയർ. ഋഷിയുടെ ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. അവന്റെ ആ മറുപടി കേൾക്കെ എല്ലാവരുടെയും കണ്ണുതള്ളി. ആദ്യമായായിരുന്നു മഹാദേവിയോട് ഒരാൾ എതിർത്ത് പോലും സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത്. ഈ നിൽക്കുന്ന സിദ്ധാർത്ഥ് എത്ര തെറ്റ് ചെയ്താലും നിങ്ങളുടെ കൊച്ചുമോനായിട്ട് നിങ്ങൾ പൊറുക്കുമല്ലോ. എന്നിട്ടത് മറ്റാരുടെയെങ്കിലും തലയിലോട്ട് വെക്കുന്നതിനാ? അതെല്ലാം പോട്ടെ, നിങ്ങൾ എന്റെ തെറ്റ് മുഴുവൻ എണ്ണിപ്പറക്കി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണോ? ഒരേ കുടുംബത്തിൽപ്പെട്ടവരെ പല കണ്ണുകളിലൂടെ കാണുന്ന ഈ സ്വഭാവം നല്ലതാണോ? ചിലരെ തലയിലും ഒക്കത്തും കയറ്റി വയ്ക്കും, മറ്റുള്ളവരെ തറയിലിട്ട് ചവിട്ടി തേക്കും. ഋഷി അത് പറഞ്ഞു കേട്ടപ്പോൾ മഹാദേവി ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിലും അത് അംഗീകരിക്കാൻ അവരുടെ ഈഗോ അവരെ അനുവദിച്ചില്ല. നിർത്ത് ഋഷി! ഇത്തവണ മഹാദേവിക്ക് പകരം ഉയർന്നത് ദേവയാനിയുടെ ശബ്ദമായിരുന്നു. മുത്തശ്ശിയോട് നീ എന്തിനാ എതിർത്ത് സംസാരിക്കുന്നത്? അവര് പറയുന്നത് എന്തോ അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. ദേവയാനി ഗൗരവം വിടാതെ പറഞ്ഞു. അമ്മേ! അതുവരെ നിശബ്ദയായി നിന്ന ശ്രീലക്ഷ്മി ദേവയാനിയുടെ സംസാരം കേട്ട് അവരെ വിളിച്ചു. അവൾ ദയനീയമായി ഋഷിയെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദേവയാനി അവളെ വകവയ്ക്കാതെ തുടർന്നു. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എന്നെങ്കിലും നീ എന്റെ മോളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടുണ്ടോ? അവള് നിന്നെ സംരക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ? ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവളെ ഒന്ന് വെറുതെ വിട്ടേക്ക്. നീ പോയാലും ഞങ്ങൾ ജീവിക്കും. ഇത്രയും കാലം നീ ഉണ്ടായിട്ട് വലിയ മെച്ചമൊന്നുമില്ലായിരുന്നല്ലോ. നീ ഒന്ന് ഒഴിഞ്ഞു പോയാ ആ ഒരു ഭാരം കൂടി എന്റെ കുട്ടി അനുഭവിക്കേണ്ടി വരില്ല. ദേവയാനി ഉറക്കെ തന്നെ ഋഷിയോട് പറഞ്ഞു. അത് കേൾക്കെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നിന്ന ശരത്ത് മെല്ലെ പുറത്തേക്ക് വന്നു. അവൻ ഋഷിയെ നോക്കി ചുണ്ടുകൂട്ടി ചിരിച്ചു. അമ്മേ, ഒന്ന് നിർത്ത് പ്ലീസ്. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ഈ ഒരു ഗതിയില്ലാത്ത ഇവന്റെ കൂടെ കഴിയുന്നതിന് നല്ലത് ഡിവോഴ്സായി വേറെ ഒരു ജീവിതം തുടങ്ങുന്നതാ. ദേവയാനി
വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. കേട്ടല്ലോ നിന്റെ അമ്മായി പറഞ്ഞത്. ഈ നിമിഷം നീ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കോണം. മഹാദേവി ഉറക്കെ അവനോട് ആജ്ഞാപിച്ചു. അതിനാര് നിൽക്കുന്നു നിങ്ങളുടെ കുടുംബത്തില്? ദേവയാനി പറഞ്ഞതെല്ലാം കേട്ട് ആകെ തകർന്നു പോയിരുന്നു ഋഷി. ബിസിനസ്സിലെ ചില കള്ളക്കളികൾ ചെയ്യാൻ സിദ്ധാർത്ഥ് കൂടെ കൂട്ടിയ കൂലിത്തല്ലുകാരായിരുന്നു ആ ഗുണ്ടാ സംഘം. അകത്ത് കടന്ന ആ സംഘത്തിലെ ഓരോ ആളുകളെയും കണ്ട ശ്രീലക്ഷ്മിക്ക് എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നി. ഋഷിക്ക് ഈ ആവശ്യമില്ലാത്ത പണി വാങ്ങിക്കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ നോക്കിയേ, കുറെ തടിമാടന്മാരുടെ അടികൊണ്ട് മരിക്കാൻ പോവാ മണ്ടൻ. അവിടെയുള്ളവർ പിറുപിറുത്തു. പക്ഷേ അവർക്കിടയിൽ നിന്ന ഋഷിയുടെ കണ്ണുകളിൽ ഒരു തുള്ളി പേടിയും ഉണ്ടായിരുന്നില്ല. ഇയാളെയാണ് നിങ്ങളോട് അടിച്ചൊതുക്കാൻ പറഞ്ഞത്, സിദ്ധാർത്ഥ് ഋഷിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. പക്ഷേ അപ്പോഴും ആ ഗുണ്ടകൾ ഋഷിയെ കണ്ടതും ഒരു നിമിഷം നിന്നു. ശേഷം അവർ സിദ്ധാർത്ഥിന് നേരെ തിരിഞ്ഞു. കാര്യം മനസ്സിലാവാതെ പകച്ചു നിന്നു പോയിരുന്നു സിദ്ധാർത്ഥ്. ഏറെ വൈകാതെ തന്നെ ഋഷിനെ തല്ലാൻ വേണ്ടി സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയവർ സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത കാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അയ്യോ, എന്റെ കുഞ്ഞ്, ആരെങ്കിലും അവരെ പിടിച്ചു മാറ്റ്! മഹാദേവി ഒരലർച്ച പോലെ പറഞ്ഞു. പക്ഷേ വന്ന ഗുണ്ടകളെ കണ്ട് അവിടെയുള്ളവർ ഭയന്ന് മാറി നിന്നതല്ലാതെ സിദ്ധാർത്ഥിനെ രക്ഷിച്ചില്ല. ഋഷിൻ പുച്ഛത്തോടെ അവിടെ നിന്നും പോയി. ഋഷി പോയ ശേഷവും തങ്ങളുടെ ദേഷ്യം അടങ്ങുന്നത് വരെയും സിദ്ധാർത്ഥിനെ ആ ഗുണ്ടകൾ മർദ്ദിച്ചു. ഒട്ടും കുറയ്ക്കണ്ട, നല്ലത് കൊടുക്കണ്ട ഇവന്. അവന്റെ ഒടുക്കത്തെ ഒരു കൊട്ടേഷൻ. ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഒരുവൻ ഉറക്കെ പറഞ്ഞു. ഡാ, ഇനി ഇതുപോലെ കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ ആളാരാണ്, എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായി അന്വേഷിക്ക്. എന്നിട്ട് മാത്രമേ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്താൻ പാടുള്ളൂ. കേട്ടടാ മണ്ട. ഇന്ന് നിന്നെ ജീവനോടെ ബാക്കി വയ്ക്കുക. പക്ഷേ അടുത്ത തവണ ഈ അവസരം നിനക്ക് കിട്ടില്ല. വരണടാ. അത്രയും പറഞ്ഞുകൊണ്ട് അതിലെ നേതാവ് തന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്നും തിരികെ പോയി. അവർ പോയതിനു ശേഷം മഹാദേവി തന്റെ പ്രായം പോലും മറന്ന് അവനടുത്തേക്ക് ഓടി വന്നു. അയ്യോ സിദ്ധു മോനെ, എന്റെ മോനെ, മുത്തശ്ശി വല്ലാതെ വേദനിക്കുന്നു. സിദ്ധാർത്ഥ് വേദന സഹിക്കാനാവാതെ കരഞ്ഞു. അവന്റെ ഇടറിയ ശബ്ദവും വേദന നിറഞ്ഞ മുഖവും കാണെ മഹാദേവിയുടെ കണ്ണുകളും നിറഞ്ഞു. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് വിളിച്ചു വരുത്തിയ ഗുണ്ടകൾ ഋഷിനെ തല്ലാത്തത്? സിദ്ധാർത്ഥിനെ ഇത്രയധികം തല്ലിച്ചതച്ചതെന്തിനാ? അവിടെ കൂടിയിരുന്നവരുടെ മനസ്സിലെല്ലാം ആ ചോദ്യങ്ങൾ ഉയർന്നു. ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എക്സ്ക്യൂസ് മീ. ഇതുവരെ അവിടെ കേട്ടിട്ടില്ലാത്തൊരു പുരുഷ ശബ്ദം കേട്ടതും അവിടെ ഉണ്ടായിരുന്ന സർവരും പെട്ടെന്ന് നിശബ്ദരായി. എല്ലാവരുടെയും ശ്രദ്ധ വാതിലിനരികിലേക്ക് അപ്രതീക്ഷിതമായി കേട്ട ആ ശബ്ദത്തിലേക്ക് നീണ്ടു. അപ്പോഴേക്കും വാതിൽ കടന്ന് ബ്ലാക്ക് കളർ സ്യൂട്ടിൽ ലക്ഷ്മൺ അവിടേക്ക് വന്നു. അവന്റെ ഇരുവശത്തുമായി അംഗരക്ഷകരായും സഹായികളായും 4-5 പേരുണ്ടായിരുന്നു. അവനെ കണ്ടതും മഹാദേവി ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടുപോയി. ഇങ്ങനെ പെട്ടെന്ന് ലക്ഷ്മണനെ പോലുള്ളവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തിനായിരിക്കും? ഞെട്ടലിനിടയിലും എത്ര ആലോചിച്ചിട്ടും അവന്റെ വരവിന് പിന്നിലുള്ള കാരണം മാത്രം മഹാദേവിക്ക് മനസ്സിലായില്ല. ലക്ഷ്മൺ മഹാദേവിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ അവന്റെ അംഗരക്ഷകർ ഒരല്പം അകലെയായി നിന്നു. ഹായ് മാഡം, സുഖാണോ? അല്ല, ഋഷിൻ എവിടെ? ഇവിടെ കാണുമെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എവിടെ പോയി? ഇവിടെ ഇല്ലേ? ലക്ഷ്മൺ ചെറുചിരിയോടെ ചോദിച്ചു. സോറി ലക്ഷ്മൺ, ഋഷിൻ ഇവിടെ ഇല്ല. അവൻ പുറത്തേക്ക് പോയി. ദേവയാനി ആശ്ചര്യം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, ആണോ? ഇനിയിപ്പോ ഋഷിൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആരുടെയും സമയം വെറുതെ കളയുന്നില്ല. ഞാനും ഒന്ന് ഇറങ്ങാം. ദേ, ഇത് മിസസ് മഹാദേവിയുടെ പിറന്നാളിന് എന്റെ വകയൊരു ചെറിയ സമ്മാനമാണ്. ഹാപ്പി ബർത്ത്ഡേ. ലക്ഷ്മൺ താൻ കൊണ്ടുവന്ന സമ്മാനം മഹാദേവിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും വന്നതിലും വേഗത്തിൽ തിരിച്ചുപോയി. അയാൾ പെട്ടെന്ന് വന്നു, ഋഷിനെ പറ്റി ചോദിച്ചു, ഒരു ഗിഫ്റ്റും കൊടുത്തു, തിരിച്ചുപോയി. പരസ്പരം പുലമ്പുന്നത് പോലെ ആരൊക്കെയോ പറഞ്ഞു. അല്പം മുമ്പ് വരെ നിശബ്ദമായ വർമ്മ കുടുംബം വീണ്ടും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം അവിടെ സംഭവിക്കുമ്പോഴും ശ്രീലക്ഷ്മി ഋഷിൻ പോയതിന്റെ വിഷമത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഒരു കുട്ടി അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞു, മുത്തശ്ശി, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമ ഒലിവിയ മാഡം വന്നിട്ടുണ്ട്. വീണ്ടും
ഒരു ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി. അവിടെ പലരും ആ കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത്രയും വലിയൊരു VIP എന്താ പെട്ടെന്ന് വന്നതെന്ന് അറിയേ അവർക്കെല്ലാവർക്കും ആശ്ചര്യം തോന്നി. ഇപ്പോ മിസ്റ്റർ ലക്ഷ്മൺ രവി വന്നു പോയതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്തയാളെത്തി. അതും ഒലിവിയ മേഡത്തെ പോലൊരാൾ. നമ്മുടെ മുത്തശ്ശി ശരിക്കും സ്റ്റാർ ആയോ? അതോ മുത്തശ്ശിയുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായോ? വിളിക്കാതെ പോലും എത്രയെത്ര ആളുകളാ ഇവിടേക്ക് വരുന്നത്. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവിടെ അരങ്ങേറുന്ന സംഭവങ്ങളൊന്നും അവർക്കാർക്കും വിശ്വസിക്കാനായില്ല. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. മഹാദേവി വർമ്മ ഒരിക്കലും ഒലിവിയെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ തന്നെ തേടി വരുന്നതറിയേ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. ഹലോ മാഡം. ഒലിവിയ അകത്തേക്ക് പ്രവേശിച്ച് മഹാദേവിക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചു. ഒരു ഡസനിലധികം അംഗരക്ഷകരും അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. അയ്യോ, അത് കണ്ടില്ലേ? ഒരുപാട് ബോഡി ഗാർഡ്സ് ഉണ്ട്. ശരിക്കും വലിയ പുള്ളി തന്നെയാ ഈ ഒലിവിയ. വർമാസ് ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു. ഓ, താങ്കളെന്റെ പിറന്നാളിന് ഇവിടെ എത്തിയതും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒലിവിയ. നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒലിവിയയുടെ സ്ഥാനവും സാമ്പത്തികവും അറിഞ്ഞു വെച്ചുകൊണ്ട് മഹാദേവി അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഓ, സന്തോഷം മുത്തശ്ശി. അല്ല, ഋഷിനെവിടെ? അവനിവിടെ ഉണ്ടോ? മുത്തശ്ശി പറയുന്നതിൽ പകുതിയും ശ്രദ്ധ കൊടുക്കാതെ അവൾ ചുറ്റും തിരഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ശ്രീലക്ഷ്മി തന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നുകൊണ്ട് പുരികം ചുളിച്ചുകൊണ്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഒലിവിയെ നോക്കി. ഋഷിനോ? അതെന്താ ഇവിടെ വരുന്നവരെല്ലാം അവനെക്കുറിച്ച് ചോദിക്കുന്നത്? ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ആകെ അമ്പരപ്പോടെ മുത്തശ്ശി ആരോടൊന്നില്ലാതെ പതിയെ പറഞ്ഞു. സോറി ഒലിവിയ, ഋഷിൻ ഇവിടെ നിന്നും പോയിട്ട് കുറച്ചു നേരമായി. അവർ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കി ഒരു ചിരി വരുത്താൻ ശ്രമിച്ചു. ഓ, ഋഷിൻ പോയോ? അവനിവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാനായി നിങ്ങളുടെ ആരുടെയും സമയം പാഴാക്കി കളയുന്നില്ല. ബൈ ദ ബേ, ഹാപ്പി ബർത്ത്ഡേ. അത് പറയുന്നതിനൊപ്പം തന്നെ അവൾ അവരുടെ കയ്യിലേക്ക് ഒരു സമ്മാന പൊതി വെച്ചു കൊടുത്തു. എങ്കിൽ ഞാനും ഉറങ്ങട്ടെ. അവനെ ഞാൻ പിന്നെ വിളിച്ചോളാം. ഓൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ലക്ഷ്മണിനെ പോലെ തന്നെ ഋഷിൻ അവിടെ ഇല്ലെന്നറിഞ്ഞതും സമ്മാനവും അവർക്ക് കൊടുത്ത് മിന്നൽ വേഗത്തിൽ അവളും പോയി. അയ്യോ, എനിക്ക് വയ്യ. എനിക്കിങ്ങനെ ഇതൊക്കെ കാണാൻ വയ്യ. എന്തിനാ ഈ VIP ഋഷിനെ തിരക്കുന്നത്? കൂട്ടത്തിൽ ആരോ സംശയത്തോടെ ചോദിച്ചു. അവന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം അതേ ചോദ്യം തന്നെയേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഉഫ്, ഒന്നും മിണ്ടാതിരിക്കാവോ എല്ലാം. സിദ്ധാർത്ഥിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കൂടെ ആ ഋഷിൻ എവിടെയാണെങ്കിലും അവനെ അന്വേഷിച്ച് ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കണം. മഹാദേവി ആജ്ഞാപിച്ചു. ശ്രീലക്ഷ്മി ഒരു നിമിഷം പോലും പാഴാക്കാതെ ആദ്യം തന്നെ പുറത്തേക്കിറങ്ങി. ശേഷം അവൾ വേഗം ഫോൺ എടുത്ത് ഋഷിന്റെ നമ്പർ ഡയൽ ചെയ്തു. നേരത്തെ നടന്ന സംഭവങ്ങൾ കാരണം തന്റെ കോൾ കാണുമ്പോൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുമോ എന്ന് അവൾ ഭയന്നു. എന്നാൽ 4ാമത്തെ റിംഗിൽ ഋഷിൻ ഫോൺ എടുത്തു. ആ, ഋഷി എവിടെയാ? ശ്രീലക്ഷ്മി വെപ്രാളത്തോടെ ചോദിച്ചു. ആ ശ്രീലക്ഷ്മി, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ ഒന്നും ഓർത്തും വിഷമിക്കണ്ട. ഇനി ഞാൻ അവിടെ ഒരു ശല്യം ആവില്ല. എന്റെ സാധനങ്ങളെടുത്ത് ഞാൻ ഉടനെ ഇവിടെ നിന്ന് പോവും. അവന്റെ ശബ്ദത്തിൽ വല്ലാത്ത നിർവികാരത അനുഭവപ്പെട്ടു. ഇല്ല, നീ എങ്ങോട്ടും പോകണ്ട. പ്ലീസ് ഋഷി, എനിക്ക് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. അവൾ അപേക്ഷിക്കുന്നത് പോലെ ചോദിച്ചു. കാർ എടുക്കാത്തത് കൊണ്ട് അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾ ഒരു ടാക്സി നിർത്തി അതിൽ കയറിയിരുന്നു. അതേസമയം കാർ പാർക്കിങ്ങിൽ അവളെ കാത്തു നിന്ന ശരത്ത് അവൾ ടാക്സിയിൽ കയറുന്നത് കണ്ടു. അത് കണ്ടതും അവൻ ഒന്നും മിണ്ടാതെ അവളെ പിന്തുടരാൻ തുടങ്ങി. അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ക്രൂരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. നേരെ തന്റെ വീട്ടിലേക്ക് പോയ ശ്രീലക്ഷ്മി അവിടെ കിടക്കുന്ന ശരത്തിന്റെ കാറ് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ഇന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവൻ ഒറ്റൊരുത്തനാ. പക്ഷെ അവസാനം എല്ലാവരും ഋഷിയെ കുറ്റപ്പെടുത്തി. പാവൻ ഋഷി എന്ത് വിഷമിച്ചു കാണും. എല്ലാവരും കൂടെ ആ പാവത്തിനെ എപ്പോഴും ഇങ്ങനെ. തന്റെ ചിന്തകൾ പൂർത്തിയാക്കാതെ ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി ടാക്സിയിൽ നിന്നും അവനെ തുറച്ചു നോക്കിക്കൊണ്ടിറങ്ങി. അവൾ ടാക്സി ഡ്രൈവർക്ക് പണം കൊടുത്ത് തിരിഞ്ഞതും ശരത്ത് വേഗം അവളുടെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ചു. എന്ത് പറ്റി ലക്ഷ്മി? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ ഇവിടെ എന്തേലും മറന്നോ? അതോ വീട്ടിൽ ഒളിപ്പിച്ചത് വല്ലതും എടുക്കാൻ വന്നതാണോ? അവന്റെ ആ ചോദ്യം കേൾക്കെ അവൾ ആകെ അമ്പരന്നു. ശരത്തിന്റെ വിചിത്രമായ പെരുമാറ്റത്തെ അവൾ അത്ഭുതത്തോടെയും ഞെട്ടലോടെയും നോക്കിക്കണ്ടു. തന്റെ കൈകളിൽ ഒന്ന് തൊടാൻ പോലും അവൾ ഇന്ന് വരെ അവൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ അനുവാദം പോലും ഇല്ലാതെ തന്റെ കയ്യിൽ ബലമായി പിടിച്ചു.
അവന്റെ വികാരങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്ന മുഖവും അവളുടെ ശരീരത്തെ ആകമാനം ഒഴിയുന്ന അവന്റെ കണ്ണുകളും അവൾക്ക് അരോചകമായി തോന്നി. ഇവനെന്താ ഇങ്ങനെ? ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് FM-ലൂടെ.